ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് നമുക്ക് സമ്മാനിച്ചത്. രാത്രിയിൽ ഉടനീളം അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനപരമായ ഷെല്ലിംഗ് ഉണ്ടായിരുന്നു. പൂഞ്ചിലും ഉറിയിലും കുപ്വാരയിലും രജൌരിയിലും അടക്കം തുടർച്ചയായി പാകിസ്ഥാന്റെ പ്രകോപനം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇന്നിപ്പോൾ പ്രസ് ബ്രീഫിംഗിൽ പറഞ്ഞതുപോലെ 400ഓളം, നമ്മൾ കരുതിയത് 100ഓളം ഡ്രോണുകൾ എന്നാണ്. ഇന്നിപ്പോൾ പ്രസ് ബ്രീഫിംഗിൽ വളരെ വ്യക്തമായി പറയുന്നു 300 to 400 ഡ്രോൺസ്, അതും ടർക്കിഷ് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഒന്ന്, നമ്മളുടെ സംവിധാനത്തിൻ്റെ ഇൻ്റലിജൻസ് പരിശോധിക്കാൻ; രണ്ട്, നമ്മുടെ വിമാനത്താവളങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പാകിസ്ഥാൻ്റെ നീക്കങ്ങൾ. ഇതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. നമ്മൾ തിരിച്ച് റിട്ടാലിയേറ്റ് ചെയ്തു. പ്രസ് ബ്രീഫിംഗ് അനുസരിച്ച് 4 കേന്ദ്രങ്ങളിലാണ് നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥലത്തെ എയർ റഡാർ സംവിധാനം നമുക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളുടെയൊക്കെ പ്രതികരണം വരുന്നു. അമേരിക്ക, JD വാൻസ് പറയുന്നത് ഇരു രാജ്യങ്ങളുടെയും വിഷയത്തിൽ തൽക്കാലം ഇടപെടാനില്ല എന്നാണ്. ഏതു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? ഇപ്പോൾ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയുടെ കരുത്ത് പാകിസ്ഥാൻ മനസ്സിലാക്കിയിരിക്കുന്നു. പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതിൽ ഇന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി പറഞ്ഞത് ഗുരുദ്വാരകളും ക്രിസ്ത്യൻ പള്ളികളും ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തി എന്നുള്ള കാര്യം കൂടി വരുന്നുണ്ട്. പാകിസ്ഥാന്റെ നീക്കത്തെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? എന്താണ് ഇനി മുന്നോട്ടുള്ള നീക്കമായി താങ്കൾ മനസ്സിലാക്കുന്നത്, ഡോക്ടർ മോഹൻ വർഗീസ്? ഡോക്ടർ അരുൺ, പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ധാർമ്മികതയ്ക്ക് ചേരാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ യുദ്ധസമയത്ത് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതൊരു ഇന്ത്യയുടെ പ്രോപ്പഗൻഡ യുദ്ധമാണ് എന്ന രീതിയിലുള്ള വ്യാജ നറേറ്റീവുകളും പാകിസ്ഥാൻ പടച്ചുവിടുന്നുണ്ട്. നോക്കൂ, യഥാർത്ഥത്തിൽ പൂഞ്ചിലെ ഒരു ഗുരുദ്വാര ആക്രമണ വിധേയമാവുകയാണ്. CMI കമ്മ്യൂണിറ്റിയുടെ ഒരു ക്രൈസ്റ്റ് സ്കൂൾ ആ ഭാഗത്ത് ആക്രമണ വിധേയമാകുന്നു. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഷെല്ലാക്രമണത്തിലൂടെ കൊണ്ടുവരികയാണ്. അതിനൊക്കെ പുറമെയാണ് 400ഓളം ഏറിയൽ ഓബ്ജക്ട്സ്, അത് ഡ്രോണുകളും വിമാനങ്ങളും എല്ലാം കിടക്കുന്ന 400ഓളം സോർട്ടീസ് അവിടെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. 36 നഗരങ്ങൾ. അതിനർത്ഥം ഇത് കേവലം ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷമല്ല ഡോക്ടർ അരുൺ. ഇത് യഥാർത്ഥ യുദ്ധത്തിൻ്റെ ഒരു അപ്രഖ്യാപിത യഥാർത്ഥ യുദ്ധത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം പേറുന്ന ഒരു കാര്യമാണ്. ഇത് നോക്കൂ, പാകിസ്ഥാൻ ഉപയോഗിച്ച ടർക്കിഷ് നിർമ്മിത ഡ്രോണുകൾ യഥാർത്ഥത്തിൽ തുർക്കിയുടെ ഒരു സാന്നിധ്യം അദൃശ്യമായിട്ടാണെങ്കിൽ പോലും, ഇൻഡയറക്റ്റ് ആണെങ്കിൽ പോലും തുർക്കിയുടെ സാന്നിധ്യം കുറേ കാലമായി പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. തുർക്കി ഒരു വലിയ സിവിലൈസേഷണൽ ശക്തിയായി, ഇസ്ലാമിക ലോകത്തെ വലിയ സിവിലൈസേഷണൽ പവറായി ഉയർന്നു വരാൻ മുൻകാല സാമ്രാജ്യത്വ ശക്തി കൂടിയായ ടർക്കി ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം ആക്രമണ വിധേയമാവുകയാണെങ്കിൽ തുർക്കി അതിനനുകൂലമായി അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആക്രമണത്തിൽ പങ്കെടുക്കും എന്ന ഒരു ടർക്കിഷ് ഡോക്ട്രിനുണ്ട്. അത് ഒരു പരിധിവരെ സാധൂകരിക്കുന്ന രീതിയിലാണ്. നേരിട്ടുള്ള തുർക്കിഷ് ഇൻവോൾവ്മെൻറ്റ് ഇല്ല എങ്കിൽ പോലും ടർക്കി നൽകിയ ഡ്രോണുകളാണ് എന്നത് ആ വിവരം ഇന്നലെ നമുക്കത്ര ലഭ്യമല്ലായിരുന്നു. ഇന്ന് വൈകി വരുന്ന വിവരങ്ങളനുസരിച്ച് ഈ ഡ്രോണുകൾ പ്രധാനമായും ടർക്കിഷ് നിർമ്മിതമാണ്. കഴിഞ്ഞ ദിവസം ഭാരതം വെടിവെച്ചിട്ട 53ഓളം ഡ്രോണുകൾ, അത് ഒരു വസ്തുതയാണ്. പക്ഷേ 53 അല്ല, ഏറിയൽ സർവൈലൻസിന് വേണ്ടി നമ്മുടെ സംവിധാനങ്ങൾ മാപ്പ് ചെയ്യുന്നതിന് വേണ്ടി വിട്ട ഡ്രോണുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് എസ്കലേഷൻ മോഡിലേക്ക്, ഡോക്ടർ അരുൺ, ഇത് ലെവൽ 2 എസ്കലേഷനാണ്. ലെവൽ 1 എസ്കലേഷൻ, അതാണ് ഒറിജിനൽ എസ്കലേഷൻ. അത് നമ്മുടെ സൈനിക വക്താക്കൾ വളരെ ഭംഗിയായി വിവരിക്കുകയും ചെയ്തു. ഒറിജിനൽ എസ്കലേഷൻ ടുക്ക് പ്ലേസ് ഓൺ 22 April 2025. അവിടെയാണല്ലോ തുടക്കം. അതിനെ ഒരു കട്ട് ഓഫ് മാർക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫർദർ എസ്കലേഷൻ നമ്പർ 2, ലെവൽ 2 എസ്കലേഷൻ, അതും തുടങ്ങിയിരിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ഡ്രോണുകളും വിമാനങ്ങളും മിസൈലുകളും കടന്നു വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് റിറ്റാലിയേഷൻ വേണ്ടി വന്നത്. ഇതൊരു റിറ്റാലിയേറ്ററി സ്ട്രൈക്ക് മാത്രമാണ്, പ്രൊപ്പോർഷനേറ്റ് റിറ്റാലിയേറ്ററി സ്ട്രൈക്കാണ്. ഒരുപക്ഷെ മൂന്നാമത്തെ, ഇനി എന്നോട് ചോദിച്ചത് ഇനി എന്ത് എന്നതാണ്. ഒരു വേവ് 3യിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഓൾ ഔട്ട് ഒരു യുദ്ധത്തിലേക്ക് കലാശിക്കാനുള്ള സാധ്യതയാണ്. ആ രീതിയിലുള്ള ബിൽഡപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇപ്പോഴൊരു ടെസ്റ്റിംഗ് ഓഫ് വാട്ടേഴ്സ് എന്ന നിലയിൽ എയർ സുപ്പീരിയോറിറ്റി ആർക്ക് എന്ന് നിർണ്ണയിക്കാനുള്ള ആദ്യഘട്ട പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. നോക്കൂ, ആധുനിക യുദ്ധത്തിൽ എയർ സുപ്പീരിയോറിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഗ്രൗണ്ടിലുള്ള എയർ ഡിഫൻസ് സംവിധാനങ്ങളെയാണ് ഒരു രാജ്യം ആദ്യം ആക്രമണം നടക്കുമ്പോൾ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ 4 വിമാന താവളങ്ങളും അതുപോലെ എയർ സ്ട്രിപ്പുകൾ അടങ്ങുന്ന മറ്റ് ഇടങ്ങളും സൈനിക താവളങ്ങളും ടാർഗറ്റ് ചെയ്തപ്പോൾ ഭാരതത്തിൻ്റെ എയർ സ്പേസ് എത്രത്തോളം യുദ്ധം സജ്ജമാണ് എന്ന രീതിയിലുള്ളൊരു പരീക്ഷണമാണ് പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ ചെയ്തത്. ആ പരീക്ഷണം അമ്പേ പാളി. പാകിസ്ഥാൻ്റെ ഡ്രോണുകൾക്കും വിമാനങ്ങൾക്കും മിസൈലുകൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഭാരതത്തിൻ്റെ അഭിമാനമാണ്. പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച ഈ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ, ആകാശ് മിസൈലുകളുടെ ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസി വെളിവാക്കുന്ന ഒന്നാന്തര സമയമാണ്. കാരണം ഇവിടെ വലിയ തോതിൽ നമ്മൾ വിദേശ രാജ്യങ്ങൾ S-400 ഉൾപ്പെടെയുള്ള അഡ്വാൻസ്ഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ സോഴ്സ് ചെയ്യുമ്പോഴും തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്യുന്ന അർജുൻ ബാറ്റിൽ ടാങ്കുകളും ആകാശ് മിസൈലുകളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഭാരതത്തിന് ആവശ്യമായി വരും. ഇനി ഇത് മാത്രം റീപ്ലനിഷിംഗ് ആവശ്യമാണ്. പെട്ടെന്ന് പോയി റഷ്യയിൽ നിന്ന് വാങ്ങാനാവില്ല. അതുകൊണ്ട് ഭാരതം ഉപയോഗിക്കുന്ന തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത, ഇനി ടാങ്ക് യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അർജുൻ ബാറ്റിൽ ടാങ്ക് ഉൾപ്പെടെയുള്ള ബാറ്റിൽ ടാങ്കുകൾ ഉപയോഗിക്കാം. അതുപോലെ എയർക്രാഫ്റ്റ് ഉൾപ്പെടെ തേജസ് വിമാനങ്ങൾ ഉൾപ്പെടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ചതാണ്. അതുകൊണ്ട് ഭാരതം കൂടുതൽ സെൽഫ് റിലയൻ്റ് ആയി വരുന്നു, യുദ്ധസജ്ജമായി വരുന്നു. മറ്റു രാജ്യങ്ങൾ എന്താ നിലപാടെടുത്താലും ശരി, അത് ഇന്ത്യക്ക് എതിരാവുന്നില്ല എന്ന് നയതന്ത്ര തലത്തിൽ ഉറപ്പുവരുത്തുകയും അതേസമയം സ്വന്തം കാലിൽ സൈനികമായി നിൽക്കാൻ ഒക്കുന്ന രീതിയിലേക്ക് ഭാരതം വളർന്നു കഴിഞ്ഞു. ലോകത്തെ 4ാമത്തെ വലിയ സൈനിക ശക്തിക്ക് അഭിമാനപൂർവ്വം ആക്രമണത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്നത് ചില്ലറ നേട്ടമല്ല ഡോക്ടർ.